ഹലോ ഗൈസ്, കുറേ നാളായി നമ്മളൊരു ലോങ് വീഡിയോ എടുത്തിട്ട്. ആക്ച്വലി ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് തിരക്കിലാണ് ഇപ്പോൾ. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുത്ത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രിയാവും വരാൻ. അപ്പം ക്യാമറ ലൈറ്റിൻ്റെ ഒരു സീൻ വരും, അപ്പോൾ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. നൈറ്റിൽ വീഡിയോ എടുക്കുന്നതിനെക്കാട്ടിലും എനിക്ക് കൂടുതലിഷ്ടം ഡെയിലി വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. കാര്യം കുറച്ചുകൂടി എന്താ പറയുക, കാണുമ്പം കുറച്ചുകൂടി അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നു നമ്മൾ ഡെയിലി എടുക്കുന്ന വീഡിയോസാണല്ലോ. നൈറ്റിൽ വീഡിയോ കൊള്ളില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ ഇഷ്ടം ഡെയിലി എടുക്കുന്നതാണ്. സോ അങ്ങനെ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് ഇന്നിപ്പോൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. ഓക്കെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ടോക്സ് വിത്ത് അർച്ചന. ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കണില്ലേ? നാട്ടിൽ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി. നമുക്കൊന്നും ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നില്ല. ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം, എന്തെങ്കിലും ഫണ്ട് ഉണ്ടെങ്കിൽ, സേവിങ്സ് ഉണ്ടെങ്കിൽ അത് ഡൊണേറ്റ് ചെയ്യുക ആൻഡ് പ്രാർത്ഥിക്കുക എന്നുള്ള രണ്ട് കാര്യമാണ്. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ ആണെങ്കിലും മുംബൈ ഏരിയയിൽ നാട്ടിലെ പോലെ മഴയില്ലെങ്കിലും ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് മഴയും കാര്യങ്ങളൊക്കെ. സോ പലരും ഈ വീഡിയോ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവുക. തംബ്നെയിലിൽ ഞാൻ കൊടുത്ത പോലെ റീസൺ ഫോർ സ്റ്റാർട്ടിങ് എ യൂട്യൂബ് ചാനൽ ആൻഡ് നോ മീ ഹു ഐ ആം, ഈ രണ്ട് നെയിം കണ്ടിട്ടല്ല, ഈ ഒരു കണ്ടൻറ്റ് കണ്ടിട്ടാവും എല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക. സോ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, എന്തായാലും ചെയ്യണം, ഇങ്ങനെയൊക്കെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു കുറച്ച് നാളായി. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു ടൈം കിട്ടിയിട്ടില്ലായിരുന്നു ഈ വീഡിയോ ഇങ്ങനെ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് ഇന്ന് എന്ത് വന്നാലും ഞാൻ ചെയ്യുന്നത്, രണ്ടും കൽപ്പിച്ച്. പണികളൊക്കെ ബാക്കിയാണ്. ബട്ട് ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ എടുക്കും, എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അതിൻ്റെ മുന്നേ ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഒരു പ്രൈവറ്റ് പാർട്ട് ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 1-2 പേര് കുറച്ച് ഒരു 2 ക്വസ്റ്റ്യൻസ് 2 കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഒരു 2 ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മുടി അഴിച്ചിട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഭംഗി തോന്നിയില്ല, അതുകൊണ്ട് മുടി ഞാൻ കെട്ടി വെച്ചിരിക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നോ മീ ഹു ഐ ആം. അപ്പോൾ എന്നെപ്പറ്റി പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലം ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യണം, ചെറുതായിട്ട്. സോ ഞാൻ വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു പേഴ്സണായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. അതായത് എന്താ പറയുക, ആരോടും ഞാൻ അധികം സംസാരിച്ചതായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല. അപ്പം നമ്മൾ സ്കൂളൊക്കെ പോകുന്ന സമയത്ത് പുതിയ കുട്ടികളെ അവരെ കാണുന്ന സമയത്ത് നമ്മളോട് സൗഹൃദം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു എഫേർട്ട് എടുക്കുമല്ലേ. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് എങ്കിലും ഉണ്ടാവും, ഈ കുട്ടീനോട് സംസാരിക്കണം, ഫ്രണ്ട്ഷിപ്പ് മേക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ കേസിൽ അതൊന്നും ആയിരുന്നില്ല. കാര്യം എനിക്ക് എൻ്റെ വീട് വിട്ട് കഴിഞ്ഞാൽ ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ വീട്, ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യണം, അവിടെ എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെയൊന്നും എൻ്റെ അജണ്ട ആയിരുന്നില്ല. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പോകണമെന്ന് തന്നെ പലതാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു ഞാൻ. ഇപ്പോഴും അതെ, കുറച്ചൊക്കെ ആ മടിയൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ടെന്നല്ലാതെ അതൊക്കെ ഇപ്പോഴും എന്നിൽ സ്ഥായി കിടക്കുന്ന കുറച്ച് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ട് ഞാൻ നല്ല ലേസി ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു. ഭയങ്കര സൈലൻറ്റ് ഗേളായിരുന്നു ഞാൻ. ആരോടും അങ്ങനെ സംസാരിക്കില്ല. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാനുള്ള എഫേർട്ടും ഞാൻ എടുത്തിട്ടുണ്ടായില്ല. സോ 1 തൊട്ട് 7 വരെ എൻ്റെ കഥ ഇതൊക്കെ തന്നെയാണ്. അതായത് ഭയങ്കര ഒരു സൈലൻ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിലിം പോലെയായിരുന്നു എൻ്റെ ലൈഫ്. എനിക്ക് അവിടെ ഫ്രണ്ട്സ് തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. 1-2 ഫ്രണ്ട്സൊക്കെ ഉണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ. പല ആൾക്കാരും ഞാൻ പല വീഡിയോസിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരുടെ കുട്ടിക്കാലത്തുള്ള കഥകൾ, ഇൻസിഡൻസ് ഒക്കെ ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ അവർ ഓർത്തെടുത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയുള്ളൊരു കഴിവില്ല. എനിക്ക് ഓർത്തെടുക്കാൻ പറ്റാഞ്ഞിട്ടാണോ അതോ എൻ്റെ ഓർമ്മയിൽ വരാഞ്ഞിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. അതുമാത്രം എനിക്ക് പറ്റുന്നില്ല. സോ എനിക്ക് ഓർത്തെടുക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, കാര്യമായിട്ട് അങ്ങനെ ഓർമ്മകളൊന്നുമില്ല. അപ്പം എന്താ പറയുക, എനിക്ക് 1-2 ഫ്രണ്ട്സ് ഉണ്ട് അവിടെ സ്കൂളിൽ പഠിച്ച സമയത്ത്. എൻ്റെ പേര് അർച്ചന എന്നാണ്. സോ എൻ്റെ പേര് പോലെ തന്നെ ഉള്ള വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, ഞാൻ അർച്ചനാക്കി, അവൾ അർച്ചനാട്ടി. സോ നമ്മുടെ പേരിനോട് സാദൃശ്യം തോന്നുന്ന ഒരാൾ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ നമുക്കൊരു കൗതുകം തോന്നുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്താണെന്ന് അറിയില്ല, അവളുമായിട്ട് ഞാൻ നല്ല കൂട്ടായിരുന്നു.
7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് 6-7 സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന ടൈമിലായിട്ട് ഞാൻ അവളായിട്ട് കുറച്ച് കമ്പനി ആയിരുന്നു. പിന്നെ 8 തൊട്ട് +2 വരെ ആണെങ്കിലും വലിയൊരു വ്യത്യാസമൊന്നുമില്ല. ഞാനിങ്ങനെ എന്നോട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ തിരിച്ച് ഉത്തരം പറയുന്നതല്ലാതെ ഞാൻ അങ്ങനെ ഒരു ഹൈപ്പർ ആക്റ്റീവ് പോയിട്ട് ആക്റ്റീവ് കിഡ് പോലും ആയിരുന്നില്ല ഞാൻ. സോ എൻ്റെ ഫസ്റ്റ് തൊട്ട് +2 വരെയുള്ള സ്കൂൾ ലൈഫ് കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആൻഡ് ഡിഗ്രി എത്തിയതിന് ശേഷം, ഡിഗ്രി പഠിക്കുന്ന സമയത്ത്, ഡിഗ്രി 2nd ഇയർ ഹാഫ് 3rd ഇയർ സ്റ്റാർട്ടിങ്ങിലൊക്കെ എത്തിയപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും ചില മാറ്റങ്ങളൊക്കെ വന്നത്. ഡിഗ്രിയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ NSS ക്യാമ്പിലൊക്കെ പോയിട്ടുണ്ട്, NSS ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായി. അതൊക്കെ എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എൻ്റെ പേഴ്സണാലിറ്റി ചേഞ്ചസിൽ വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായി. ആൻഡ് അപ്പം NSS പോലെയുള്ള ക്യാമ്പിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത്, ഈവൻ കോളേജിലോട്ട് വരുന്ന സമയത്താണ് നമ്മൾ എന്തായാലും നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണുകയാണ്. നമ്മൾ മിണ്ടേണ്ട സിറ്റുവേഷൻ എന്തായാലും വരും. അതായത് ആൾക്കാരുടെ അടുത്ത് നമുക്കിപ്പം ചോദിക്കേണ്ട സിറ്റുവേഷനിൽ നമ്മൾ ചോദിക്കണം, അല്ലാണ്ട് നമ്മുടെ ചോദ്യം വേറെ ആരും ഒന്നും ചോദിക്കില്ലല്ലോ. സോ അങ്ങനെ നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ചൊക്കെ ഒരു മാറ്റം എൻ്റെ പേഴ്സണാലിറ്റി ചേഞ്ചസിൽ ഉണ്ടാകാനായിട്ട് എനിക്ക് തോന്നി. എനിക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായി. ആൻഡ് ഞാൻ FB എടുക്കാൻ തുടങ്ങി. ഡിഗ്രി 2nd ഇയർ പഠിക്കുന്ന സമയത്ത് FB സ്റ്റാർട്ട് ചെയ്തു. തുടങ്ങിയതല്ല, FBയിലൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് അതിലിങ്ങനെ കുറച്ച് ആൾക്കാരോടൊക്കെ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല, എന്നാലും ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കാൻ, ചാറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഞാൻ എടുത്തു. ആൻഡ് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഫേസ്ബുക്കിൽ വന്നു. പക്ഷേ ഫേസ്ബുക്കിൻ്റെ കാലയളവ് വളരെ കുറച്ചായിരുന്നു എൻ്റെ ലൈഫിലുണ്ടായിരുന്നത്. കാര്യം എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു FBയിൽ യൂസ് ചെയ്യാനായിട്ട്. എനിക്ക് ഒരു ബോറിംഗ് ആയിട്ടായിരുന്നു തോന്നിയിട്ടുണ്ടായി FB യൂസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടോ എന്തോ. എനിക്ക് തോന്നുന്നു 1-2 വർഷം ഒക്കെ ഞാൻ യൂസ് ചെയ്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ FB അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായി. പിന്നെ അതിനുശേഷമാണ് ഞാൻ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്തപ്പോൾ കുറേ നല്ല മാറ്റങ്ങളുണ്ട്. കാര്യം അതിലൊരുപാട് ആൾക്കാരുടെ വീഡിയോസ് കാണുന്നതിലൂടെ, പോസ്റ്റ് വായിക്കുന്നതിലൂടെ, കഥകൾ ഓരോന്ന് കാണുന്നതും കേൾക്കുന്നതും വഴിയൊക്കെ നമുക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്, ഇപ്പോഴും ഇവോൾവ് ചെയ്യുന്നുണ്ട് ഒത്തിരി, ഒരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആകാൻ വേണ്ടിയിട്ട്. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ എൻ്റെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിനെ പറ്റിയിട്ടാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഇൻട്രോവേർട്ടൊന്നും അല്ല കേട്ടോ. ഇപ്പം എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടായി. ലൈക്ക് ഞാനിപ്പം ആൾക്കാരുടെ അടുത്ത് ഇനീഷ്യേറ്റീവ് എടുത്ത് സംസാരിക്കും. ഒരുപാട് ഇങ്ങനെ വളവളാന്ന് സംസാരിക്കുന്നതല്ല, ബട്ട് ഞാൻ സംസാരിക്കും. പക്ഷെ എനിക്ക് ചെറിയൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ആൾക്കാർ, അത് ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ, അതായത് 2-3 വർഷം മുന്നേ ഒന്നും അത് ഉണ്ടായിരുന്നില്ല. ഇപ്പം വന്നിട്ടുള്ളൊരു ശീലമാണത്. ഇപ്പം എനിക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരൊക്കെ ഉള്ളൊരു സിറ്റുവേഷനാണ്. ഒരു 10-15 ആൾക്കാർ എനിക്ക് അറിയുന്നവരാണെങ്കിലും പറയുന്നവരാണെന്ന് കൂട്ടും. എനിക്ക് 10-15 പറയുന്ന ഒരു ഫ്രണ്ട്സ് എൻ്റെ ഗ്യാങ്ങിൽ ഇരിക്കുന്ന സമയത്ത് അവരുമായിട്ട് എനിക്ക് ഭയങ്കര ആക്റ്റീവ്ലി എനിക്ക് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ സോൺ ഔട്ട് ആവും. എനിക്കങ്ങനെ എന്താ സംസാരിക്കേണ്ടതെന്നൊരു ആശയദാരിദ്ര്യം വരും എന്നുള്ളതൊന്ന്. രണ്ടാമത്തത് എനിക്കങ്ങനെ സംസാരിക്കാൻ ഞാൻ കംഫർട്ടും അല്ല. പക്ഷെ 1-2 ആൾക്കാരൊക്കെ ഉള്ള ടൈമിൽ, ഞാനും വേറൊരാളും അല്ലെങ്കിൽ ഞാനും വേറൊരാളും 3-4 പേരൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ സംസാരിക്കും, അതെനിക്ക് കുഴപ്പമില്ല. ബട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരുന്ന സമയത്ത്, ഒരു സർക്കിൾ ഓഫ് ആൾക്കാർ വരുന്ന സമയത്തേക്ക് എനിക്ക് സംസാരിക്കാനൊക്കെ കുറച്ചൊരു മടിയുള്ള കൂട്ടത്തിലാണ്. സോ ഞാൻ കുറച്ച് ഷൈ ആയിട്ടുള്ള ആളായിരുന്നു. ഒരുപാട് കൊട്ടക്കണക്കിന് ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരാളായിരുന്നു ഞാൻ. ഇപ്പോഴും അതിൻ്റെ ബാക്കി പത്രം എന്നിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറേയൊക്കെ മാറി, ബട്ട് കുറച്ചൊക്കെ ഇപ്പോഴും സ്റ്റിൽ ദെയർ ആർ. ഓക്കെ. അപ്പം ഇൻസെക്യൂരിറ്റീസ് ഒരുപാടുണ്ടായിരുന്നു. ഇൻസെക്യൂരിറ്റീസ് എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് കളറിന് ബേസ് ചെയ്തിട്ടായിരുന്നു. കാര്യം ഞാൻ ചെറുപ്പത്തിലൊക്കെ നല്ല കറുത്തിട്ടായിരുന്നു. സോ ഒരുപാട് ആൾക്കാർ കറുത്തിട്ടാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, എന്താ പറയുക, നല്ല മുഖശ്രീ ഉണ്ട് കറുത്തിട്ടാണെങ്കിലും കാണാൻ, അങ്ങനെയൊക്കെ പറയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ എന്തിനാണ് സുഹൃത്തുക്കളെ ഇങ്ങനെ കറുത്തിട്ടാണെങ്കിലും എന്നുള്ള ഒരു അഡ്ജക്റ്റീവ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ഒരു നാമവിശേഷണം എന്തിനാണ് അതിൻ്റെ കൂട്ടത്തിൽ വെക്കുന്നതെന്ന് എനിക്കറിയില്ല. കാര്യം വെളുത്തൊരാളെ കാണുമ്പോൾ വെളുത്തിട്ടാണെങ്കിലും നല്ല ഭംഗിയിട്ടോ നിങ്ങളെ കാണാനെന്ന് ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ബട്ട് കറുപ്പ് വരുന്ന സമയത്ത് കറുത്തിട്ടാണെങ്കിലും നല്ല കഴിവുണ്ട്, കറുത്തിട്ടാണെങ്കിലും നല്ല ഭംഗിയാണ്, കറുത്തിട്ടാണെങ്കിലും നന്നായിട്ട് ഡാൻസ് ചെയ്യും, ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഒരാളെ കാണാൻ ഭംഗിയുണ്ടെങ്കിൽ നമുക്ക് യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ യു ആർ ബ്യൂട്ടിഫുൾ എന്ന് നമുക്ക് പറയാം, അല്ലാതെ നമ്മളിങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അത്. സോ അങ്ങനെ ഞാൻ കുറച്ച് കളറിനെ ബേസ് ചെയ്തിട്ട് തന്നെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് കറമ്പി എന്നൊക്കെ വിളിക്കുമായിരുന്നു. ആദ്യം അതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ദേഷ്യമായിരുന്നു. പിന്നെ അത് അവർക്ക് ഇവരെല്ലായിട്ടാണ്, അവർ വിളിക്കട്ടെ എന്നുള്ളൊരു സംഭവമായി, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റായി എനിക്ക്. സോ അങ്ങനെ കളറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എനിക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ നല്ലൊരു പീപ്പിൾ പ്ലീസറായിരുന്നു, നല്ലൊരു അസൽ പീപ്പിൾ പ്ലീസറായിരുന്നു ഞാൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എപ്പോഴും എനിക്ക് അറിയുന്ന ആൾക്കാരാണെങ്കിലും ശരി,
എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ശരി, ഞാൻ അവർക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ചെയ്തു കൊടുത്തില്ല, അവരെന്താ വിചാരിക്കുക, മോശം വിചാരിക്കില്ലേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവില്ലേ, എന്നെപ്പറ്റി ഞാൻ ചിന്തിക്കുകയില്ല കേട്ടോ, അവരെ പറ്റിയാണ് ഫുൾ ഞാൻ ചിന്തിക്കുക. അവരെന്താ വിചാരിക്കുക, അവർ മോശം വിചാരിക്കില്ലേ. ഞാൻ നല്ലൊരു പീപ്പിൾ പ്ലീസർ ആയിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഇപ്പം എനിക്കതൊന്നും ഒരുപാട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഞാനിപ്പോൾ ഒരാൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ 100% ഞാനത് വിശ്വസിക്കും. അയാൾ പറയണത് ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ്, പാവല്ലേ, എന്തല്ലേ അയാളിങ്ങനെ, എന്താ അയാൾക്കൊക്കെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഞാൻ അനലൈസ് ചെയ്യില്ല. ആൾ പറയുന്ന കാര്യം അത് അപ്പടി വിഴുങ്ങും. നമ്മളത് അതിനെപ്പറ്റി അനലൈസ് ചെയ്യുക, അത് ക്രോസ് ചെക്ക് ചെയ്യുക, ആൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യമാണോ എന്തെങ്കിലും മിഥ്യയാണോ അതൊന്നും ഞാൻ ചെക്ക് ചെയ്യാതെ എല്ലാം അതേപടി വിശ്വസിച്ച് പാവം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളായിരുന്നു. 100% ഞാൻ ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യായിരുന്നു ആൾക്കാർ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ലോ സെൽഫ് എസ്റ്റീം ഉള്ള ഒരാളായിരുന്നു ഞാൻ. കോൺഫിഡൻസ് ലെവൽക്ക് വളരെ കുറവുള്ള ആളായിരുന്നു. ബട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ലൈക്ക് ഇന്നത് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം. ഇപ്പം ഡ്രസ്സിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് യുനോ നമ്മൾ ഏത് ഡ്രസ്സ് നമ്മൾ വെയർ ചെയ്യുന്നുണ്ട്, നമുക്ക് മെയിനായിട്ടൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവണം എന്ന് പറയും. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഇടുന്ന ഡ്രസ്സിന് ഒന്നുകൂടെ ഗ്ലോ എന്നല്ല, ഒരു കുറച്ചുകൂടി ഭംഗി കൂടും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആറ്റിറ്റ്യൂഡ് എന്താണെന്നോ കോൺഫിഡൻസ് ലെവൽ എന്താണെന്നോ അതൊക്കെ നമ്മുടെ ലൈഫിൽ എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് അറിയാതെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. കാരണം ഐ ആം എ പേഴ്സൺ ഗോ വിത്ത് ലൈക്ക് ഫ്ലോ, അങ്ങനെ ഫ്ലോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ പേഴ്സണാലിറ്റി ചേഞ്ചസ് എനിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം തോന്നിയിട്ടുണ്ടായിരുന്നത് വളരെ കുറച്ചത് ഒരു 2-3 years ആയിട്ട്. ഇപ്പം ഒരു 1 or 2-3 years മുന്നേയായിട്ട് ഞാൻ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, IFFK ഇതുപോലുള്ള ഇവൻറ്റ്സിനൊക്കെ പോയിട്ടുണ്ടായി. അപ്പോൾ അതുവഴിയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും, ഒരുപാട് കഥകൾ നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മളൊരുപാട് കാണുന്നുണ്ട്, ഒരുപാട് കഥകൾ കാണുന്നുണ്ട്, നമ്മൾ ഒരുപാട് മൊമെൻറ്റ്സ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, പ്ലേസ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ പോകുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ എനിക്ക് ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ഇവോൾവ് ചെയ്തിട്ടില്ല, ചേഞ്ച് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഈ ടൈം വരേക്കും എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണാലിറ്റി ചേഞ്ചസിൻ്റെ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ലോ സെൽഫ് എസ്റ്റീം, ലോ കോൺഫിഡൻസ് ലെവൽ, ലോട്ട്സ് ഓഫ് ഇൻസെക്യൂരിറ്റീസ്, ഇങ്ങനെയൊക്കെയുള്ള ഞാൻ ഇപ്പം കുറച്ചധികം ഞാൻ ബെറ്ററായി വന്നിട്ടുണ്ട്. ഞാൻ ഡെയിലി അല്ലെങ്കിൽ ബെറ്റർ ഒരു ഹ്യൂമൻ ബീയിങ്ങിനായിട്ട് ഡെയിലി ഞാൻ എന്നെ തന്നെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. ആൻഡ് എന്താ പറയുക, ഇത്രയൊക്കെയാണ് എൻ്റെ ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി. ലൈക്ക് ഇപ്പം നമുക്കിപ്പം പ്രൊഫഷൻ വൈസ് എൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്, അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ എടുക്കും. കാര്യം അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ എന്തെങ്കിലും സ്റ്റോറീസ് ഞാനിങ്ങനെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്താൽ മതി. ഞാനത് വായിച്ചിട്ട് എന്തായാലും അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടുന്നതായിരിക്കും, പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ടല്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വളരെ ആകർഷണമായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്സ് വരികയാണെങ്കിൽ നമുക്ക് ഷുവറായിട്ട് വീഡിയോ ചെയ്യാമല്ലോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സംസാരിക്കാൻ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ പേഴ്സണാലിറ്റി ചേഞ്ചസിലുള്ള ഒരു മെയിൻ പേഴ്സണാലിറ്റി ട്രേറ്റ് ഒരു ക്വാളിറ്റി എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്, എന്നോട് തന്നെ, വേറെ ആൾക്കാരോടല്ല, എന്നോട് തന്നെ ഞാൻ സ്വയം സംസാരിക്കുന്ന ഒരാളാണ്. ആൻഡ് ഐ ലവ് ടു ഡു ദാറ്റ്. എനിക്ക് അതിനൊരു കുറവില്ല, ഒരു മടിയില്ല. ആൾക്കാർ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നം, ഐ ഡോണ്ട് ഈവൻ കെയർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നോട് സംസാരിക്കാൻ. ഞാൻ എന്നെ മനസ്സിലാക്കുന്നത് പോലെ വേറൊരാളും ഇന്നേവരെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അത് സ്വയം സംസാരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നും ഞാൻ കരുതുന്നു. സോ കുട്ടിക്കാലം തൊട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, ചെറുപ്പത്തിലൊന്നും ഞാൻ അങ്ങനെ സംസാരിക്കില്ലായിരുന്നു. ബട്ട് ഞാനിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലൊക്കെ ഇപ്പം ഞാനിങ്ങനെ ആദ്യമൊക്കെ കണ്ണാടിയിൽ നോക്കിയായിരുന്നു സംസാരിക്കുക. ഇപ്പം വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല, ഫോൺ ഓണാക്കിയിട്ട് നമുക്ക് ക്യാമറയോട് സംസാരിച്ചാൽ മതിയല്ലോ. സോ ഞാനിങ്ങനെ ഒരുപാട് സംസാരിക്കും. വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും എനിക്ക് പല രീതിയിലുള്ള ഓക്വേർഡ് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വയലാണ്. അപ്പം വരമ്പിൽ കൂടെ ഒക്കെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ പറയണ്ട. അപ്പോൾ ആൾക്കാരൊക്കെ വിചാരിക്കും കുട്ടിക്ക് പ്രാന്താണോ എന്താ പറയുന്നതെന്ന്. പക്ഷെ ഞാൻ നിർത്തുന്നൊന്നുമില്ല. അവരെന്ത് വിചാരിച്ചു കഴിഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നോട് സംസാരിക്കാനായിട്ട്. അപ്പോൾ ആൾക്കാർ എന്താ പറയുക, നമുക്ക് ഒരു കൂട്ടില്ലാത്ത സമയത്ത്, നമുക്ക് കമ്പനി ഇല്ലാത്ത സമയത്ത് ഞാൻ എന്നോട് തന്നെ ഓരോ കാര്യങ്ങൾ അങ്ങനെ പറയും. ഇങ്ങനെ ചെയ്യാമായിരുന്നില്ല എന്ന് പറയും. ഞാൻ എൻ്റെ തന്നെ നല്ലൊരു ക്രിട്ടിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ആൻഡ് എൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, പക്ഷെ അതപ്പോൾ സ്പോട്ടിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നം എനിക്കുണ്ട്. ഇപ്പം പല കാര്യങ്ങളും എനിക്ക് ചിലപ്പം എൻ്റെ മനസ്സിലുണ്ടാവും, എന്തെങ്കിലും ഒരു കാര്യം പറയാനാണെങ്കിൽ സ്പോട്ടിൽ പറഞ്ഞത് ക്ലിയർ ചെയ്യണമെന്നുണ്ട്, പക്ഷെ കുറേ ടൈം കഴിഞ്ഞിട്ടേക്ക് എനിക്ക് അതെൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരും. ചിലപ്പോൾ കിടക്കുന്ന സമയത്ത്, ചിലപ്പോൾ കുളിക്കുന്ന സമയത്ത്, ചിലപ്പോൾ നടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും അപ്പം അങ്ങനെ പറയായിരുന്നു ഇല്ലേ എന്ന് പറയുന്നത്. കുറച്ച് ലേറ്റായിട്ടാണ് എനിക്കെല്ലാം കത്തുക. അതുകൊണ്ട് തന്നെ എന്നെല്ലാവരും ട്യൂബ്ലൈറ്റ് എന്ന് വിളിക്കുകയായിരുന്നു. സോ അങ്ങനെ എന്താ പറയുക, അപ്പോൾ ഒത്തിരി സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ, ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല കേട്ടോ ഒരു യൂട്യൂബ് തുടങ്ങണം, യൂട്യൂബ് തുടങ്ങിയിട്ട് മോണിറ്റൈസ്ഡ് ആവണം. ഓക്കെ, ഒബിയസ്ലി അത് പിന്നീട് വന്നിട്ടുള്ളൊരു തോട്ടാണ്. ബട്ട് അതിന് മുന്നേ ഒന്നും എൻ്റെ മൈൻഡിൽ ഒരിക്കൽ പോലും ഉണ്ടായിരുന്നില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. ബിക്കോസ് അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ പല ആൾക്കാരും വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ കാണാൻ പോലും ഇല്ല യൂട്യൂബിലെ വീഡിയോസ്. ഞാൻ യൂട്യൂബേ തുറക്കാത്ത ഒരാളായിരുന്നു. ഞാൻ ഫുൾ ഇൻസ്റ്റഗ്രാം തന്നെയായിരുന്നു. ഇൻസ്റ്റഗ്രാമിലെ റീൽ കാണുന്നല്ല, റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുന്നല്ലാതെ ഒരു ലോങ് വീഡിയോ കണ്ടു തീർക്കാനുള്ള ഒരു പിന്നെ എന്താ പറയുക, ഒരു മനക്കട്ടി ക്ഷമ ഒന്നും എനിക്കില്ലായിരുന്നു. ഒരു ഫുൾ ലെങ്ത് ഒരു 20 minutes ഒക്കെയുള്ള വീഡിയോ ആണെങ്കിൽ ഞാനിരുന്ന് കാണാറേ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നീട് എപ്പോഴും എൻ്റെ മൈൻഡിൽ വന്നിട്ടുള്ളൊരു തോട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. സോ കുറേ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ വീഡിയോസ് കണ്ട് എനിക്ക് എന്നോടൊരു ഇഷ്ടം വന്നതാണ്. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. രണ്ടും കൽപ്പിച്ച്, ഒന്നില്ലേ ക്ലിക്കാവും അല്ലെങ്കിൽ ഞാൻ ഫ്ലോപ്പാവും, എന്തായാലും വേണ്ടിയില്ല, എനിക്കിഷ്ടമുള്ളൊരു കാര്യമില്ല, അപ്പോൾ തുടങ്ങിയേക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. സോ തുടങ്ങിയ സമയത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും എനിക്ക് ഇതിനെപ്പറ്റി 100% പഠിച്ചിട്ട് ഞാൻ ചെയ്യണ ഒരാളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് എറേഴ്സ് ഉണ്ട്, ഒരുപാട് മിസ്റ്റേക്സുകളുണ്ട്. പലപ്പോഴും പല ആൾക്കാരുകൾ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, അർച്ചന അത് ചെയ്ത് ശരിയായില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. കാര്യം അവർക്ക് എന്നോട്, എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും അവരങ്ങനെ വന്ന് പറയുന്നത്. ബാക്കിയുള്ള ആൾക്കാരും കണ്ടിട്ട് അടിപൊളി കൊള്ളാം എന്ന് പറയുള്ളൂ. പക്ഷേ ഇത്രയും ഒരു ബിസി സ്കെഡ്യൂൾ അല്ലെങ്കിൽ ബിസി ലൈഫിൻ്റെ ഇടയ്ക്കും അവർ വന്ന് നമ്മളെ വീഡിയോ കണ്ടിട്ട് അവർ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ് ഒക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് അത് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോഴും അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറയുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. സോ ഐ വിൽ ചെറിഷ് ദം, ദെയർ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഓൾ ദാറ്റ്. സോ ഞാൻ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സുള്ള ആളല്ല. എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ബട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യണം, എല്ലായിടത്തും എല്ലാ ജില്ലയിലും 2-3 ആൾക്കാരെങ്കിലൊക്കെ വേണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോട്ടില്ല. ഫ്രണ്ട്സ് വരികയാണെങ്കിലൊക്കെ ഐ എം ഗുഡ്, ഹാപ്പി ഫോർ ദാറ്റ്. ബട്ട് ഇപ്പം ഞാൻ അങ്ങനെ എന്താ പറയുക, എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ആണുള്ളതെങ്കിലും ഐ എം ഓക്കെ വിത്ത് ദാറ്റ്, അങ്ങനെയാണ്. അപ്പം ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് കുറച്ച് ആൾക്കാരെ മാത്രം കീപ്പ് ചെയ്തിട്ട് ബാക്കി എല്ലാ ആൾക്കാരായിട്ടും ഫ്രണ്ട്ഷിപ്പ് മേക്ക് ചെയ്യാം, അങ്ങനെയൊക്കെയാണ് ഞാനിപ്പം വിചാരിക്കുന്നത്. ആൻഡ് എന്താ പറയുക, ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്താണെങ്കിലും ഇത് സക്സസ് ആവുമോ, എൻ്റെ ഇപ്പോൾ ഈ വീഡിയോസ് തന്നെയാണെങ്കിലും ഇപ്പം ഒരു ലോങ് വീഡിയോ ആണെങ്കിലും ഇത് എത്ര പേര് ഫുള്ള് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുന്നുണ്ടാവും. 2 ടൈപ്പ് കാറ്റഗറി ആൾക്കാരുണ്ടാവും. ഒന്ന് എൻ്റെ അടുത്ത് ഇഷ്ടമുള്ള ആൾക്കാർ, രണ്ടാമത് ഇവളെന്ത് പറയും എന്ന്, അത് തുടർന്ന് എന്താണ് പറയാൻ പോവുക എന്ന് എക്സൈറ്റ്മെൻറ്റിൽ കൗതുകത്തോടെ ഇരുന്ന് കാണുന്ന ആൾക്കാർ. ബാക്കി ആൾക്കാർ ചിലപ്പം സ്കിപ്പ് ചെയ്ത് പോയേക്കാം. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് പറയാൻ ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണിത്. അപ്പം കുറച്ച് ആൾക്കാരാണിത് കാണുന്നെങ്കിൽ കൂടി ഐ വിൽ ബി ഹാപ്പി വിത്ത് ദാറ്റ്. അതെൻ്റെ ആയിട്ട് ഞാൻ കൂട്ടും. ബിക്കോസ് എന്താ പറയുക, ഐ ഫീൽ സോ ഹാപ്പി വെൻ ഐ എം ഡൂയിങ് ലൈക്ക് വാട്ട് എവർ ഐ ലൈക്ക്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നാറുണ്ട്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ ജോലിക്ക് ഇപ്പോൾ ഞാൻ പോകുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട് പോസ്റ്റ് ചെയ്യാനായിട്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക, ആൾക്കാരത് ലൈക്ക് ചെയ്യുമ്പം കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് പല ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ കമൻസ് വായിക്കുമ്പം ആൻഡ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അതെനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല. ആൻഡ് ഐ എം ആക്ച്വലി ഒരു ദിവസം എന്തായാലും ഞാൻ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു യൂട്യൂബർ ആവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര ടൈം എടുക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് വൺ ഡേ ഐ വിൽ ഡെഫിനറ്റ്ലി സക്സസ്ഫുൾ യൂട്യൂബർ എന്ന് തന്നെ ഞാൻ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്ന. എല്ലാ ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യൂട്യൂബ് തുടങ്ങുന്നത് ഇപ്പം വെറുതെ ഒരു ടൈം പാസിന് ആരെങ്കിലുമൊക്കെ തുടങ്ങുമെന്ന് എനിക്കറിയില്ല. ചിലപ്പം തുടങ്ങുന്ന ആൾക്കാരുണ്ടാകും. മോർ ദാൻ മോണിറ്റൈസേഷൻ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാനൊരു വർക്കായിട്ടാണ് ഞാൻ വർക്കായിട്ടാണ് കേട്ടോ ഞാനിത് കൂട്ടിയിരിക്കുന്നത്. അല്ലാണ്ട് മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം ഞാൻ എൻ്റെ എൻ്റെ ഇൻപുട്ട് ഞാൻ മാക്സിമം കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നല്ല രീതിയിൽ
അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഞാൻ പറഞ്ഞതുപോലെ മൈക്കിൻ്റെ പ്രശ്നമുണ്ട്, സൗണ്ടിൻ്റെ ക്ലാരിറ്റി കുറവായിരിക്കും, ക്യാമറ ക്ലാരിറ്റി കുറവായിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ പോകെ അത് റെഡിയാക്കി വരും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു വാക്കാണ്. അല്ലെങ്കിൽ എന്താ പറയുക, എന്തായാലും തുടർന്നുള്ള അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കുറച്ചുകൂടി അടിപൊളിയായിട്ട് ചെയ്യും. ഇപ്പോൾ ടൈമിൻ്റെ ഒരു പ്രശ്നം എനിക്ക് ഫേസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ആൻഡ് ഭാവിയിൽ എനിക്ക് ചെയ്ത് തീർക്കേണ്ട കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും. ഡെയിലി നിങ്ങൾക്ക് എൻ്റെ പ്രകസനം കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം എന്താ പറയുക, ലൈക്ക് എനിക്ക് എല്ലാ പ്രൊഫഷനെ പോലെ ഒരുപാട് എനിക്ക് എൻ്റെ പ്രൊഫഷൻ വൈസ് പറയുകയാണെങ്കിൽ എനിക്ക് പല ആഗ്രഹങ്ങളായിരുന്നു. ഒരു ടൈമിൽ എനിക്ക് RJ ആവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യില്ല. അതുപോലെ ഒരു ടൈമിൽ എനിക്ക് ടീച്ചറാവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഓരോ സമയത്ത് എനിക്ക് ഓരോന്നാവാനാണ് ആഗ്രഹം, പക്ഷേ ഒരിക്കലും അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യില്ല, പ്രയത്നിക്കില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എന്താ പറയുക, അതൊരിക്കലും നല്ലൊരു കാര്യമല്ല. നമ്മൾ ഏതെങ്കിലും, ഇപ്പോൾ എനിക്ക് പാഷനുള്ള കുട്ടികളോടത്ത് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആർട്സോ മ്യൂസിക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ കുട്ടികളെ നിങ്ങളത് ഏത് രീതിയിലാണെങ്കിലും അത് നറിഷ് ചെയ്യാനായിട്ട് നോക്കുക. അതിനെ നിങ്ങൾ ഒരിക്കലും വിടരുത്. എനിക്കിപ്പോൾ സ്വന്തമായിട്ട് ഒരു രീതിയിലുള്ള പാഷനും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പല പ്രൊഫഷനും ഞാൻ ഗിവ് അപ്പ് ചെയ്ത് ഇവിടെ വരെ എത്തി, ഇപ്പം ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാഷൻ ഉണ്ടെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇവിടെ ഇപ്പം മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയണമൊന്നും കേൾക്കാൻ പറ്റില്ല, കാര്യം മഴയുടെ സൗണ്ട് കൊണ്ട് ഇപ്പം ചെറുങ്ങനെ വരുള്ളൂ. സോ ഞാൻ അധികം എന്താ പറയുക, ലെങ്ത് കൂട്ടുന്നില്ല, ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് ലൈക്ക് ചെയ്യണം. എന്ത് തന്നെയാണെങ്കിലും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്നേഹം അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ചാച്ചാ ബൈ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി ഞാൻ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ബൈ.